എല്ലാ സുഹൃത്തുക്കൾക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 56ാം GST കൗൺസിലിലെ ഒരു പ്രധാന റെക്കമെൻഡേഷൻ ആയിരുന്നു ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി, അതായത് വിത്തിൻ 3 ഡേയ്സിനുള്ളിൽ നമുക്ക് GST രജിസ്ട്രേഷൻ ലഭ്യമാകുന്ന ഒരു സംവിധാനം. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഒരു മാസം CGST, SGST, IGST ആൻഡ് സെസ് കൂട്ടുമ്പോൾ 2.5 ലക്ഷത്തിനുള്ളിലാണ്, അതിന് താഴെയാണ് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്, അങ്ങനെയുള്ള ഡീലേഴ്സിനാണ് ഈ ഒരു രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മാത്രമേ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവൂ. ഇതിന്റെ ബാക്കി എലിജിബിലിറ്റി എന്താണ്? ഇത് സപ്പോസ് എന്റെ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി B2Bയുടെ 2.5 മുകളിൽ കടന്നാൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾക്ക് സംശയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യുന്നു. നവംബർ 1-ാം തീയതി ഇതിന്റെ അഡ്വൈസറി GST പോർട്ടലിൽ ഇറങ്ങുകയുണ്ടായി. അതുപോലെ ഇത് നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് 18/2025 എന്ന നോട്ടിഫിക്കേഷൻ വഴിയാണ്. ഇത് 31/10/2025 നമുക്ക് ലഭ്യമായത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായി ഈസി ആയിട്ട് GST രജിസ്ട്രേഷൻ എടുക്കുന്ന ഈ ഒരു പുതിയ സംവിധാനത്തിനെ കുറിച്ച് നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. തീയതി GST പോർട്ടലിൽ വന്ന അഡ്വൈസറി ഒന്ന് ചെക്ക് ചെയ്യാം. ഇൻ പേഴ്സൺസ് ഓഫ് റൂൾ 14A, ദി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് റൂൾസ് 2017, എ സിംപ്ലിഫൈഡ് GST രജിസ്ട്രേഷൻ സ്കീം ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് to reduce the compliance burden and enhance the ease of doing business for small taxpayers. ചെറുകിട കച്ചവടക്കാർക്ക് എളുപ്പത്തിൽ GST രജിസ്ട്രേഷൻ ലഭ്യമാകുന്ന രീതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു സിംപ്ലിഫൈഡ് GST രജിസ്ട്രേഷൻ സ്കീം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. As per Rule 14A, the output tax liability below the prescribed threshold limit, അവരെന്ത് ലിമിറ്റാണ് പറയുന്നത്? എനി പേഴ്സൺ ഹൂ ഓൺ ഹിസ് ഓൺ അസസ്മെന്റ് ഫീൽസ് ദാറ്റ് ഹിസ് ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓൺ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ടു രജിസ്റ്റേർഡ് പേഴ്സൺസിന്റെ അതായത് B2B സപ്ലൈക്ക് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി വിൽ നോട്ട് എക്സീഡ് ₹2.5 lakhs, 2.5 ലക്ഷത്തിന് മുകളിൽ എക്സീഡ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു ഡീലറിനാണ് ഈ ഒരു സംവിധാനം ഉള്ളത്. അപ്പൊ പലർക്കും സംശയമുണ്ട്, ഇത് 1 വർഷമാണോ, എങ്ങനെയാണ്? അപ്പൊ ഇതല്ല, അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പെർ മന്ത്, ഒരു മാസത്തിൽ 2.5 ലക്ഷത്തിന് താഴെയാണ് നിങ്ങളുടെ B2B സപ്ലൈ എങ്കിൽ അങ്ങനെയുള്ള രജിസ്റ്റേർഡ് ഡീലേഴ്സിനാണ് നമ്മൾക്ക് ഈ ഒരു സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, ഹൗവർ എ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് റൂൾ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ഒബ്റ്റെയിൻ അനദർ രജിസ്ട്രേഷൻ ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി അണ്ടർ ദിസ് റൂൾ അഗെയിൻസ്റ്റ് ദി സെയിം പാൻ. ഒരു പാനിൽ തന്നെ മറ്റൊരു GST രജിസ്ട്രേഷൻ, കാരണം നമുക്ക് മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുവാണെങ്കിൽ സിംപ്ലിഫൈഡ് GST രജിസ്ട്രേഷൻ സ്കീമിൽ നമ്മൾ 14A എന്നുള്ള ഓപ്ഷനിൽ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ആ സെയിം സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിൽ മറ്റൊരു രജിസ്ട്രേഷൻ ഈ സെയിം പാൻ വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കീ ഫീച്ചേഴ്സ് പറയുന്നത്, വൈൽ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ഇൻ ഫോം REG 01, applicants should select yes under the option for registration under Rule 14A. ഇപ്പൊ റൂൾ 14A നമ്മൾ രജിസ്ട്രേഷൻ പോർട്ടലിൽ യെസ് കൊടുത്താണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആധാർ ഓതന്റിക്കേഷൻ ഈസ് മാൻഡേറ്ററി ഫോർ ദി പ്രൈമറി ആതറൈസ്ഡ് സിഗ്നേറ്ററി ആൻഡ് അറ്റ്ലീസ്റ്റ് 1 പ്രൊമോട്ടർ ഓർ പാർട്ട്ണർ. അപ്പൊ ആധാർ ഓതന്റിക്കേഷൻ ഇതിൽ കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ് ഇങ്ങനെയുള്ള ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ എവിടെയാണ് എസ് കൊടുക്കേണ്ടത്? നമുക്ക് ആ ഒരു GST പോർട്ടലിൽ കയറി ഒന്ന് പരിശോധിക്കാം. ഈ ഒരു GST പോർട്ടലിൽ നമ്മൾ പുതിയ രജിസ്ട്രേഷൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അവിടെ നമ്മുടെ ട്രേഡ് നെയിം ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, അഡീഷണൽ ട്രേഡ് നെയിം ഉണ്ടെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ആർ യു അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ ആസ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ആണോ അല്ല ഓപ്ഷൻ ഫോർ കോമ്പോസിഷൻ ആണോ എന്നുള്ളത് ഉണ്ടായിരുന്നു.
അപ്പോൾ ഓപ്ഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ റൂൾ 14A, അതായത് പുതിയ ഒരു ഓപ്ഷൻ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ നോ കൊടുക്കാം, യെസ് കൊടുക്കാം. അപ്പം ഇവിടെ യെസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിംപ്ലിഫൈഡ് രജിസ്ട്രേഷൻ സ്കീം ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, യു മേ അവെയിൽ ഓപ്ഷൻ അണ്ടർ റൂൾ 14A if the ITC to be passed on is less than or equal to 2.5 lakhs per month. Otherwise, please click no. Further, to avail said option, Aadhaar authentication is mandatory. അപ്പോൾ രണ്ട് കണ്ടീഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ B2B സപ്ലൈ ITC to be passed എന്ന് പറഞ്ഞാൽ നമുക്ക് ITC B2B സപ്ലൈ ഉണ്ടെങ്കിൽ 2.5 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് എങ്കിൽ നമുക്കിത് 14A യെസ് കൊടുത്ത് ഓപ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾക്കിവിടെ നോ കൊടുക്കാം എന്നിവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ആധാർ ഓതന്റിക്കേഷൻ മാൻഡേറ്ററി ആണ് എന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ആധാർ ഓതന്റിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്കത് യെസ് കൊടുത്ത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ഇതാണ് നമുക്ക് പോർട്ടലിൽ വന്ന മാറ്റം. എവിടെയാണ് അപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്, ഇവിടെ ആണോ ഞാൻ യെസ് കൊടുക്കേണ്ട, നോ കൊടുക്കണോ? അപ്പോൾ ഇതാണ് റൂൾ 14A, ഇതാണ് ഇവിടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യെസ്സോ നോ എന്ന് കൊടുക്കേണ്ടത് നമ്മളെ വളരെ സൂക്ഷിച്ച് ഇത് വായിച്ചു നോക്കി നമ്മുടെ പിന്നെ ഡീലർ ഇത് എൻ്റെ 2.5 ലക്ഷത്തിന് താഴെ എൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി B2B വരുള്ളൂ എന്ന് അവർ ഉറപ്പുണ്ടെങ്കിൽ ഇത് കൊടുത്ത് ഈ ഒരു സിംപ്ലിഫൈഡ് സ്കീം ഓപ്റ്റ് ചെയ്യാം. ഇല്ല ടാക്സ് പ്രൊഫഷണൽ ആണെങ്കിൽ കക്ഷികളുടെ അടുത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി ഇതിൽ എക്സീഡ് ചെയ്യില്ലല്ലോ, നിങ്ങളുടെ B2B സപ്ലൈ 2.5 താഴെയാണല്ലോ, ആധാർ ഓതന്റിക്കേഷൻ മാൻഡേറ്ററി ആണ്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ യെസ് കൊടുക്കണോ നോ കൊടുക്കണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അപ്പോൾ ഇത് പോർട്ടലിലെ ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ഈ അഡ്വൈസറിയിൽ അതാണ് ഇവിടെ ആപ്ലിക്കൻ ഷുഡ് സെലക്ട് യെസ് ഓപ്ഷൻ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ റൂൾ 14A എന്ന് പറയുന്നത്. ആധാർ ഓതന്റിക്കേഷൻ മാൻഡേറ്ററി നമ്മളത് കണ്ടു. പിന്നെ ടാക്സ് പെയർ ഓപ്റ്റിൻ രജിസ്ട്രേഷൻ അണ്ടർ ദിസ് റൂൾ 14A ആർ അഡ്വൈസ്ഡ് ടു ടേക്ക് നോട്ട് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻസ് ഇൻ കേസ് ദേ ഇന്റൻഡഡ് ടു വിഡ്രോ ഫ്രം ദി സ്കീം അറ്റ് എ ലാർജർ സ്റ്റേജ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇത് എടുക്കുന്നതിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് 2.5 ലക്ഷത്തിന് താഴെ B2B സപ്ലൈക്കാർക്ക് എടുക്കാം. ആധാർ ഓതന്റിക്കേഷൻ നമുക്ക് മാൻഡേറ്ററി ആണ്. ഒരു പാനിൽ തന്നെ സെയിം സ്റ്റേറ്റിലോ യൂണിയൻ ടെറിട്ടറിയിലോ മറ്റൊരു രജിസ്ട്രേഷൻ ഈ ഒരു പാൻ ഉപയോഗിച്ചെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിത്തിൻ 3 days ഈ ഒരു രജിസ്ട്രേഷൻ ലഭ്യമാകും. ഇത്രയാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം. ഇനി സപ്പോസ് നമ്മൾ 2.5 മുകളിൽ നമ്മുടെ B2B സപ്ലൈ കടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട, ഈ ഓപ്ഷനിൽ നിന്നും വിഡ്രോ ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പം അതിനെക്കുറിച്ചും കൂടി ഈ ഒരു അഡ്വൈസറിയിൽ പറയുന്നുണ്ട്. ഇൻ കേസ് ദേ ഇന്റൻഡഡ് ടു വിഡ്രോ ഫ്രം ദി സ്കീം അറ്റ് എ ലേറ്റർ സ്റ്റേജ്, പിന്നീട് ഇത് വിഡ്രോ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് കൂടി മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ ഓപ്ഷൻ സ്വീകരിക്കാവൂ. ഓൾ റിട്ടേൺസ് ഡ്യൂ ഫ്രം ദി ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ up to the date of filing, the withdrawal application must be filed. നമ്മൾ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാനുള്ള എലിജിബിലിറ്റി നമ്മൾ എല്ലാ റിട്ടേണും തന്നെ രജിസ്ട്രേഷൻ എടുക്കുന്ന നിമിഷം അപ്പോഴും തൊട്ട് ആ പീരീഡ് തൊട്ട് ഇത് വിഡ്രോ ചെയ്യണം. നമ്മുടെ 2.5 ലക്ഷത്തിന് കടക്കുന്ന വരെയുള്ള ലാസ്റ്റ് റിട്ടേൺ വരെയും നിർബന്ധമായും ഫയൽ ചെയ്താൽ മാത്രമേ ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കുള്ളൂ. അങ്ങനെ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാനുള്ള ഇത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അത് ഫുള്ളായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് റിട്ടേൺസ് ഫോർ എ പീരീഡ് മിനിമം 3 months ഇഫ് അപ്ലൈയിങ് ഫോർ വിഡ്രോവൽ ബിഫോർ 1/4/2026 മുമ്പ് നമ്മളിപ്പോൾ വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എൻ്റെ B2B സപ്ലൈ 2.5 കടന്നതിനാൽ ഞാനിത് വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവിടെ മിനിമം 3 months 3 മാസത്തെ റിട്ടേൺ നിർബന്ധമായും നമ്മൾ മിനിമം ആണ് പറയുന്നത്. 3 മാസത്തെ റിട്ടേൺ എങ്കിലും ഫയൽ ചെയ്താൽ മാത്രമേ ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാനുള്ള ഒരു എലിജിബിലിറ്റി നമ്മൾക്ക് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ നിർബന്ധമായും എല്ലാ റിട്ടേൺസും രജിസ്ട്രേഷൻ എടുത്തത് മുതൽ ലാസ്റ്റ് വരെയും ഫയൽ ചെയ്യണമെങ്കിലും വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാനുള്ള എലിജിബിലിറ്റി മിനിമം 3 മാസത്തെ റിട്ടേൺ എങ്കിലും ഫയൽ ചെയ്യണം. എപ്പോഴും നമ്മൾ April 1, 2026 മുമ്പ് വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകുകയാണെങ്കിൽ. ഇനി ആഫ്റ്റർ April
April 1, 2026 ശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ 1 മാസത്തെ റിട്ടേൺ എങ്കിലും അറ്റ്ലീസ്റ്റ് മിനിമം 1 ടാക്സ് പീരീഡ് എങ്കിലും നമ്മൾ ഫയൽ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അതാണ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാൻസലേഷൻ, നോ അമെൻമെന്റ് ഓർ ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ അവൈൽഡ് അണ്ടർ റൂൾ 14A ഷുഡ് ബി പെൻഡിങ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു അമെൻമെന്റോ അല്ലെങ്കിൽ ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ ഇതൊന്നും തന്നെ പെൻഡിങ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മളൊരു അമെൻമെന്റ് കൊടുത്തു, ഈ 14A രജിസ്ട്രേഷൻ റൂൾ പ്രകാരം കൊടുത്ത ഒരു രജിസ്ട്രേഷൻ അമെൻമെന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ക്യാൻസലേഷൻ ആപ്ലിക്കേഷൻ, അപ്പം എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാനായിട്ട് സാധിക്കില്ല. പിന്നെ ഒരു പോയിന്റ്, ഈ പ്രോസസിംഗ് അതോറിറ്റി തന്നെ സെക്ഷൻ 29 പ്രകാരം വല്ല സസ്പെൻഡ് ആക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ സുമോട്ടോ ക്യാൻസലോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെയുള്ള കേസിൽ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒരു അല്പം കൂടി വ്യക്തതവും വിശദമായ രീതിയിൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മളുടെ റൂള് 8 പ്രകാരം 12 പ്രകാരം 17 പ്രകാരം ഇങ്ങനെ ഈ എല്ലാ രീതിയിലുമുള്ള ആൾക്കാർക്ക് നമ്മൾക്ക് ഈ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡ് പ്രകാരം രജിസ്ട്രേഷൻ എടുക്കാൻ നമ്മൾക്ക് അതിൻ്റെ ഒരു എലിജിബിലിറ്റി ഉണ്ട്. ഇതിൽ 9 ശേഷം റൂൾ 9 ശേഷം 9A എന്നുള്ള ഒരു ക്ലാസ്സും കൂടി ഇൻസേർട്ട് ചെയ്താണ് ഈ ഒരു ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി എന്ന് നമ്മൾ സിംപ്ലിഫൈ മെത്തേഡ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. റൂൾ 8 അതായത് ആധാർ ഓതന്റിക്കേഷൻ ഉള്ള രജിസ്ട്രേഷൻ, TDS, പിന്നെ ചില സ്പെസിഫിക് എൻറ്റിറ്റീസിൻ്റെ രജിസ്ട്രേഷൻ, ഇതെല്ലാം തന്നെ ഈ രീതിക്ക് നമുക്ക് പിന്നെ ഈ ഒരു സിംപ്ലിഫൈഡ് മെത്തേഡിൽ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഐഡന്റിഫിക്കേഷൻ ഓൺ ദി കോമൺ പോർട്ടൽ ബേസ്ഡ് ഓൺ ഡാറ്റ അനലിസ്റ്റ് ആൻഡ് റിസ്ക് പാരാമീറ്റർ ബി ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി വിത്തിൻ 3 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. 3 ദിവസത്തിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ ലഭ്യമാവും. നവംബർ 1 തൊട്ടാണ് ഇതിന്റെ ആപ്ലിക്കബിലിറ്റി വന്നിട്ടുള്ളത്. പിന്നെ ഇത് 9A ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി. അടുത്ത 14 എന്ന് പറയുന്ന റൂള് 14A, 14 ശേഷം 14A എന്നുള്ള റൂള് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനാണ്. ഓപ്ഷൻ ഫോർ ടാക്സ് പേയേഴ്സ് ഹാവിംഗ് മന്ത്ലി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ബിലോ ത്രഷോൾഡ് ലിമിറ്റ്. ത്രഷോൾഡ് ലിമിറ്റിന്, അതായത് 2.5 ലക്ഷത്തിന് താഴെ, നമ്മൾ നേരത്തെ അഡ്വൈസറിയിൽ പറഞ്ഞ പ്രകാരം 2.5 ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് B2B ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എങ്കിൽ നമ്മൾക്കിത് ചൂസ് ചെയ്യാം. ഇനി എനി പേഴ്സൺ other than a person notified under subsection 6D of section 25 has not opted for authentication of Aadhaar number shall not be eligible for grant of registration in terms of this rule. അപ്പോൾ സെക്ഷൻ 25 6D പ്രകാരം ഉള്ള നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളവർക്ക് ഈ ഒരു 14A റൂള് പ്രകാരം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഈ ഒരു സിംപ്ലിഫൈഡ് സ്കീമിൽ നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. നോട്ട് വിസ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ റൂൾ 11, എ പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ ദിസ് റൂൾ ഇൻ എ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ഒബ്റ്റെയിൻ അനദർ രജിസ്ട്രേഷൻ ഇൻ ദി സെയിം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സെയിം പാനൽ നമുക്ക് മറ്റൊരു രജിസ്ട്രേഷൻ എടുക്കാൻ വിത്തിൻ സ്റ്റേറ്റ് അല്ല യൂണിയൻ ടെറിട്ടറിയിൽ എടുക്കാൻ സാധ്യമല്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു കണ്ടീഷൻ പറയുന്നത്, അപ്പോൺ സക്സസ്ഫുൾ ഓതന്റിക്കേഷൻ ഓഫ് ആധാർ നമ്പർ ദ ആപ്ലിക്കന്റ് റെഫേർഡ് ടു ഇൻ സബ് ഷാൽ ബി ഗ്രാൻഡ് രജിസ്ട്രേഷൻ ഇലക്ട്രോണിക്കലി. 3 ദിവസത്തിനുള്ളിൽ ആധാർ ഓതന്റിക്കേഷൻ സക്സസ് ആയ 3 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതാണ്.
The registered person who intends to withdraw from the option availed under Subrule 1 shall file an application in form GST REG 32. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ അവൈൽ ചെയ്ത് കഴിഞ്ഞ് എപ്പോഴാണോ നമ്മളുടെ 2:30 കഴിഞ്ഞ് നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി B2B കടക്കുന്നത്, അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ വിഡ്രോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകേണ്ടത് REG 32 എന്നുള്ള ഒരു ഫോമിലാണ് നാം നൽകേണ്ടത്. ത്രൂ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ് ഇൻ കോമൺ പോർട്ടൽ ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ എ ഫെസിലിറ്റേഷൻ സെന്റർ നോട്ടിഫൈഡ് ബൈ ദി കമ്മീഷണർ. നമ്മളുടെ നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ വഴിയോ കൊടുക്കണം. പ്രൊവൈഡഡ് ദാറ്റ് ദി രജിസ്റ്റേർഡ് പേഴ്സൺസ് ആർ നോട്ട് ബി അലൗഡ് ടു ഫയൽ സെറ്റ് ആപ്ലിക്കേഷൻസ് അൺലെസ് ഹി ഹാസ് ഫർണിഷ്ഡ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകാൻ എങ്ങനെയാണെങ്കിൽ കഴിയില്ല, 3 റിട്ടേണെങ്കിലും ഫയൽ ചെയ്തിരിക്കണം. April 1, 2026 മുമ്പ് കൊടുക്കണമെങ്കിൽ 3 റിട്ടേണും, അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 1 റിട്ടേണും, മിനിമം ഒരു ടാക്സ് പീരീഡിലെ റിട്ടേണും കൊടുത്തിരിക്കേണ്ടതാണ്. ആദ്യ റിട്ടേൺ ഡ്യൂ ഫോർ ദി പീരീഡ് ഫ്രം ദി ഇഫക്റ്റീവ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടിൽ ദി ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ വിഡ്രോവൽ. എല്ലാ റിട്ടേണുകളും രജിസ്ട്രേഷൻ എടുത്ത അന്ന് മുതൽ ഇത് വിഡ്രോ ചെയ്യുന്നത് വരെയുള്ള എല്ലാ റിട്ടേണുകളും നിർബന്ധമായി ഫയൽ ചെയ്തിരിക്കണം. അപ്ലൈ ചെയ്യേണ്ട എലിജിബിലിറ്റി മിനിമം 3 ടാക്സ് പീരീഡിലെ റിട്ടേൺ ഫയൽ ചെയ്യണം. April 2026 ശേഷമാണെങ്കിൽ 1 മാസത്തെ റിട്ടേൺ എങ്കിലും ഫയൽ ചെയ്തിരിക്കണം. അതുപോലെ സെക്ഷൻ 29 പ്രകാരമുള്ള പ്രൊസീഡിങ്സ് ഒന്നും തന്നെ പ്രോപ്പർ ഓഫീസർ കൈക്കൊള്ളാൻ പാടില്ല. അതെന്തെങ്കിലും പെൻഡിങ് ആണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി REG 1 നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഗ്രാൻഡഡ് ഇൻ ദിസ് റൂൾ ദി സെഡ് രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ഗെറ്റ് ദി പർട്ടിക്കുലർസ് അമെൻഡഡ് under Rule 19 before filing an application for withdrawal. നമ്മളിപ്പോൾ സപ്പോസ് വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഈ ഒരു രജിസ്ട്രേഷൻ REG 01 കൊടുത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അമെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഷാൽ ഗെറ്റ് ദി പർട്ടിക്കുലർസ് അമെൻഡ് അണ്ടർ Rule 19 before filing an application for withdrawal under Subrule 5. അടുത്ത കണ്ടീഷൻ, ബേസ്ഡ് ഓൺ ഡാറ്റ അനലിസിസ് റിസ്ക് പാരാമീറ്റർ ഓൺ ദി കോമൺ പോർട്ടൽ ദ പ്രൊവിഷൻസ് ഓഫ് സബ്റൂൾ 4A ഓഫ് റൂൾ 8 റിലേറ്റിംഗ് ടു ആധാർ ഓതന്റിക്കേഷൻ ഓർ ബയോമെട്രിക്സ് ബേസ്ഡ് ആധാർ ഓതന്റിക്കേഷൻ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ് ഓഫ് ദി ആപ്ലിക്കന്റ് along with the verification of original copy of documents uploaded along with registration application for GST REG 1 shall so far as may be applied to application for withdrawal filed. Application withdrawal file ചെയ്യാനും നമ്മളുടെ REG 01 കൊടുത്ത അതേ രീതി തന്നെ ഇതിനും ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് നമുക്ക് റിസ്ക് പാരാമീറ്റർ ഉണ്ടെങ്കിൽ ആധാർ ഓതന്റിക്കേഷൻ, അതുപോലെ ബയോമെട്രിക്സ് ആധാർ, അതിൽ കൊടുത്തേക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും ഇതിലും നമ്മൾ ഫർണിഷ് ചെയ്യേണ്ടതാണ്. ആ ഒരു രീതി ഇതിലും നമുക്ക് withdrawal application ബാധകമാണ്. The provisions of Subrule 5 and 6 of Rule 8 relating to issuance of acknowledgement, ഇതിനും നമുക്ക് acknowledgement കിട്ടും. അതും ഈ ഒരു withdrawal applicationനും അത് ബാധകമാണ്. The application filed for withdrawal under Subrule 5 shall be verified in accordance with the provisions of Rule 9. അപ്പോൾ പ്രകാരമുള്ള ഇതിനകത്ത് ഈ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ നമ്മളുടെ വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്റൂൾ 5 പ്രകാരം കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യുന്നതുമാണ്. ആപ്ലിക്കേഷൻ ഫയൽഡ് ഫോർ വിഡ്രോവൽ അണ്ടർ സബ്റൂൾ 5 ഷാൽ ബി വെരിഫൈഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് റൂൾ 9. റൂൾ 9 പ്രകാരം നമ്മൾ ഈ കൊടുക്കുന്ന വിഡ്രോവൽ ആപ്ലിക്കേഷൻസിന്റെ ഡീറ്റെയിൽസും അവർ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ വെരിഫിക്കേഷൻ സബ്റൂൾ 9 ദ പ്രോപ്പർ ഓഫീസർ ഷാൽ ഇഷ്യൂ ആൻ ഓർഡർ ഇൻ ഫോം REG 33. അപ്പൊ REG 33 എന്നുള്ള ഒരു ഫോമിലാണ് നമ്മൾ ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ നൽകുന്നത്, ഓഫീസറെ അപ്രൂവ് ചെയ്യുന്നത്. നമ്മൾ REG 32 ആപ്ലിക്കേഷൻ കൊടുക്കുകയും അത് അപ്രൂവ് ചെയ്യുന്നത് REG 33 അലോയിങ് ദി ആപ്ലിക്കേഷൻ, അലോ ചെയ്യുന്ന ഫോമാണ് REG 33 എന്ന് പറയുന്നത്. നമ്മളുടെ ആപ്ലിക്കേഷൻ അലോ ചെയ്യുന്നതാണ്. ഫ്രം ദി ഓപ്ഷൻ അവൈൽഡ് അണ്ടർ സബ്റൂൾ order rejection or application REG 05 within a period of specified under Rule 9.
ഓർ ഓർഡർ ഫോർ റിജക്ഷൻ. ഇത് റിജക്ഷൻ ഓർഡറും ആവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണ് ഫോം GST-REG-05 വിത്തിൻ പീരീഡ് പ്രിസ്ക്രൈബ്ഡ്. റൂൾ 9 പറയുന്ന പീരീഡിനകത്ത് അത് റിജക്ഷൻ ആവാനും സാധ്യതയുണ്ട്. ഓൺ ദി കോമൺ പോർട്ടൽ ഷാൾ ബി മെയ്ഡ് അവൈലബിൾ ടു ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഓൺ ദി കോമൺ പോർട്ടൽ. അപ്പോൾ ഇത് നമ്മൾ വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ REG-32 നമ്മൾ വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കും. അത് REG-33 നമ്മൾക്ക് അപ്രൂവ് ചെയ്ത് കിട്ടും. സപ്പോസ് അത് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ REG-05 നമുക്കിതെല്ലാം കോമൺ പോർട്ടലിൽ തന്നെ ലഭ്യമാകുന്നതാണ്. ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഹാസ് റിസീവ്ഡ് ആൻ ഓർഡർ ഇഷ്യൂഡ് അണ്ടർ സബ് റൂൾ 10 allowing withdrawal shall be able to furnish the details of output tax liability on supply of goods or services or made to registered person exceeding the output tax liability as referred to sub rule 1 from the first day of succeeding month in which the said order has been issued. അപ്പോൾ നമുക്ക് അപ്രൂവൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ, വിഡ്രോ ചെയ്ത് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴും തന്നെ നമ്മളുടെ എക്സീഡ് ചെയ്ത ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടതാണ്. നമുക്ക് 2.5 മുകളിൽ ഔട്ട്പുട്ട് ടാക്സ് B2B സപ്ലൈഡ് ടാക്സ് ലയബിലിറ്റി ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ഫസ്റ്റ് ഡേയിൽ തന്നെ തൊട്ടടുത്ത മാസം തന്നെ നമ്മൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ഒരു ഡീറ്റെയിൽ ഫർണിഷ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. വിഡ്രോവൽ ആപ്ലിക്കേഷൻ നമുക്ക് അപ്രൂവ് ആയി കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത മാസത്തെ ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി നമ്മളുടെ എക്സീഡ് ചെയ്ത ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യേണ്ടതാണ്. എ രജിസ്റ്റേർഡ് പേഴ്സൺ ടു ഹൂം ആൻ ഓർഡർ അണ്ടർ സബ് റൂൾ 10 ഹാസ് ബീൻ ഇഷ്യൂ ഷാൾ നോട്ട് amend the details furnished in respect of output tax liability so as to exceed the limit of the output tax liability specified in sub rule 1 for the period prior to the first day of succeeding month in which the said order has been issued. ഓർഡർ ഇഷ്യൂ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ അമെൻമെന്റോ അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തിയോ ഒന്നും തന്നെ സാധ്യമല്ല. So as to exceed the limit of output tax liability specified in the for the period prior to the first day of succeeding month. അതിന് മുമ്പോട്ടുള്ളത് നമ്മൾ ആ ഒരു ഓപ്ഷൻ കൊടുത്ത് വിഡ്രോവൽ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു അമെൻഡ് ചെയ്യാനായിട്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് എനിക്ക് അത് ആപ്ലിക്കേഷൻ കിട്ടിയിട്ട് എനിക്ക് ഇത്രയും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇല്ല എന്നും പറഞ്ഞ് നമുക്ക് തിരിച്ച് ഓപ്ഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി കറക്റ്റ് എക്സീഡ് ചെയ്യുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഒരു വിഡ്രോവൽ ആപ്ലിക്കേഷൻ കൊടുക്കാനും. പിന്നീട് അതിനകത്ത് അമെൻമെന്റുകൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിന്മേൽ അമെൻഡുകൾ ഒന്നും തന്നെ നമുക്ക് സാധ്യമല്ല. വേർ പ്രൊസീഡിങ്സ് ഫോർ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഹാവ് ബീൻ ഇനിഷ്യേറ്റഡ് ബൈ ദി പ്രോപ്പർ ഓഫീസർ. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രോപ്പർ ഓഫീസർ എന്തെങ്കിലും ക്യാൻസലേഷനോ സൂമോട്ടോ ക്യാൻസലേഷനോ അല്ലെങ്കിൽ സസ്പെൻഡഡോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിന് ആ ഒരു ഇനിഷ്യേറ്റ് ചെയ്ത സാഹചര്യത്തിൽ ഈ ഒരു സിംപ്ലിഫൈഡ് രജിസ്ട്രേഷന്റെ വിഡ്രോവൽ ആപ്ലിക്കേഷൻ സാധ്യമല്ല എന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്നതെല്ലാം ഫോംസ് ആണ്. അതായത് REG-01 നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നമ്മളിപ്പോൾ പോർട്ടലിൽ yes or no കണ്ടു, അതിന്റെ ഡിക്ലറേഷൻ ആണ് പറയുന്നത്. പിന്നെ REG-03 ഇതിന്റെ പിന്നെ നോട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് അവര് നോട്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യും. അതിന് നമ്മൾ അതിനകത്ത് ആൻസർ കൊടുക്കണം. അതിന്റെ റിപ്ലൈ കൊടുക്കേണ്ടത് REG-04 അതിന്റെ റിജക്ഷൻ ഓർഡർ ആണ് 5 വരുന്നത്. അപ്പൊ 32 ആണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ വിഡ്രോവൽ എന്ന് പറയുന്നത് 32 ആണ്. 33 ആണ് അതിന്റെ ഓർഡർ, നമുക്ക് വിഡ്രോയിൽ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 18/2025 എന്നുള്ള GSTയുടെ സിംപ്ലിഫൈഡ് പിന്നെ GST രജിസ്ട്രേഷൻ എടുക്കുന്ന സംവിധാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തു. ആർക്കാണ് ഇതിന്റെ എലിജിബിലിറ്റി, ഇതെങ്ങനെയാണ് എടുക്കേണ്ടത്, പോർട്ടൽ എവിടെയാണ് yes or no കൊടുക്കേണ്ടത്, ആധാർ ഓതന്റിക്കേഷൻ മാൻഡേറ്ററി ആണ്, അതുപോലെ ഇത് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ടാക്സ് പ്രൊഫഷണൽസ് ആയാലും നമ്മുടെ ഡീലേഴ്സ് ആയാലും ഇതിലെ എല്ലാ പോയിന്റുകളും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സംവിധാനം നിങ്ങൾ തീർച്ചയായും
തീർച്ചയായിട്ടും ഉപയോഗിക്കുക. കാരണം നമുക്ക് ഒരുപാട് ചില അവസരങ്ങളിൽ GST രജിസ്ട്രേഷൻ ഒരുപാട് ഡിലേ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചെറുകിട കച്ചവടക്കാരെ സഹായിക്കാൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സംവിധാനത്തിന്റെ ആനുകൂല്യം എല്ലാവരും ഈ എല്ലാ പോയിന്റുകളും ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ലഭ്യമാക്കുക. 31/10/2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് നല്ലൊരു റെഫറൻസ് ആണ്. ഈ സിംപ്ലിഫൈഡ് ഫോമിൽ നമ്മൾ ഈസി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസറിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടവർ ആദ്യം ഈ ഒരു അഡ്വൈസറിയും ഈ ഒരു നോട്ടിഫിക്കേഷനും വ്യക്തമായി മനസ്സിലാക്കുകയും അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യെസ് ഓർ നോ കൊടുത്ത് എടുക്കാനായിട്ട്. ഇത് സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വാല്യുബിൾ അപ്ഡേറ്റുമായി എത്തുന്നത് വരെ നന്ദി, നമസ്കാരം.